ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ സോളാർ കാര്യങ്ങളൊക്കെ, അതായത് സൂര്യപ്രകാശത്തിൻ്റെ മുകളിൽ നമ്മുടെ വീടിൻ്റെ മുകളിലായിട്ട് സൂര്യപ്രകാശം കൊണ്ട് ചൂടാവുന്ന വാട്ടർ ടാങ്ക്, അതായത് സോളാറിൽ ചൂടാവുന്ന സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ ടൈം ചൂടുവെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വെക്കുന്നത്. പക്ഷേ ചെറിയ ഒരു കംപ്ലയിൻറ്റ് എന്ന രീതിയിൽ ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. രാവിലെ ഒരു 6 മണിക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ രാവിലെ നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് സോളാറിൽ നിന്ന് ചൂടുവെള്ളം ലഭിക്കാറില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഓൾറെഡി നമ്മൾ ഈ സോളാർ മാത്രമായിരിക്കും ചെയ്തിരിക്കുന്നത്, ഹീറ്ററിനുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് സോളാർ കൊടുക്കുന്നതുകൊണ്ട് സോളാർ മാത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഹീറ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ, അതായത് നമുക്ക് സോളാറിൽ നിന്ന് ചൂടുവെള്ളം ലഭിക്കാത്ത അവസരത്തിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അപ്പോൾ പിന്നെ അത് മാത്രമല്ല എങ്ങനെ ഹീറ്റർ ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കാമെന്നും, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് സോളാറിൽ, അതായത് ചൂടുവെള്ളമുള്ള സമയത്ത് സോളാറിൽ നിന്ന് ഉപയോഗിക്കാമെന്നും, രണ്ടിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാൽവുകളോ കാര്യങ്ങളോ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാതെ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാമെന്നുള്ള പ്ലംബിങ്ങിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വാട്ടർ ഹീറ്റർ റൂമിൻ്റെ അകത്ത് ബാത്റൂമിൻ്റെ അകത്ത് വാട്ടർ ഹീറ്ററിനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്തിടുന്നുണ്ട്. പിന്നെ സോളാറിനുള്ള ഓപ്ഷൻ കൂടി ചെയ്തിടുന്നുണ്ട്. സോളാറിൻ്റെ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ ഹീറ്റർ വഴിയായിട്ടാണ് വരുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ കണ്ടോ, ഒരു ടാപ്പിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ പച്ചവെള്ളം കൊണ്ട് കൊടുത്തിട്ടിരിക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മളിവിടെ പ്ലംബിങ് ചെയ്യുന്നത് അതിൻ്റെ വെട്ടിലും കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടുള്ളൂ, പ്ലംബിങ്ങിൻ്റെ ലൈൻ അടിക്കാനുണ്ട്. റൈറ്റ് സൈഡാണ് നമ്മൾ സാധാരണ പച്ചവെള്ളം കൊടുക്കുന്നത്. ലെഫ്റ്റ് സൈഡ് കണ്ടോ, ഈ കാണുന്ന റൈറ്റ് സൈഡ് നമ്മൾ പച്ചവെള്ളത്തിനുള്ള ഓപ്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ ഓപ്ഷൻ ടാപ്പ് കൊടുത്തിരിക്കുന്നത്. ആ ലൈൻ നമ്മൾ നേരെ ഇങ്ങനെ കൊണ്ടുപോയതിന് ശേഷം നേരെ അതായത് ഹീറ്ററിൻ്റെ ഔട്ടിലേക്കാണ് നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻ, ചൂടുവെള്ളത്തിൻ്റെ ഓപ്ഷൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെയാണ് നമ്മൾ ഹീറ്ററിൻ്റെ ഔട്ടാണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഹീറ്ററിൻ്റെ ഇന്നുണ്ട്, അത് നമ്മളിവിടെ വെട്ടി ക്ലിയർ ചെയ്യാണ്ട് ഹീറ്ററിൻ്റെ ഇന്ന് നമ്മൾ നേരെ ഇതുപോലെ ജസ്റ്റ് മുകളിലേക്ക് വെട്ടിയതിന് ശേഷം സെൻസറിൻ്റെ മുകളിലേക്ക് തുളച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്ററിൻ്റെ ഇന്ന് എന്നിട്ട് തുളച്ചിട്ടതിന് ശേഷം ആ പൈപ്പ് നേരെ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നത് നമ്മുടെ സോളാർ വാട്ടർ ഹീറ്ററിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഈ ഹീറ്ററല്ല, ബാത്റൂമിൽ വെക്കുന്ന ഹീറ്ററല്ല, നമ്മൾ പറയുന്ന സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ അവിടെ നിന്ന് വരുന്ന ലൈനായിരിക്കും നമ്മുടെ ബാത്റൂമിൽ കൊടുക്കുന്ന നമ്മുടെ ഹീറ്ററിൻ്റെ ഇന്നായിട്ട് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഹീറ്റർ ഓൺ ആക്കിയാലും ഓൺ ചെയ്തില്ലെങ്കിലും ഇവിടെ നമ്മൾ ഹീറ്റർ വയ്ക്കുമെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ ഹീറ്റർ കൊടുക്കുക. ഹീറ്റർ കൊടുത്തു കഴിയുന്ന സമയത്ത് നമ്മൾ ഹീറ്റർ ഓൺ ചെയ്തില്ലെങ്കിലും നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്നും വരുന്ന വെള്ളം ഈ പറയുന്ന നമ്മുടെ റൂമിൽ കൊടുത്തിരിക്കുന്ന വാട്ടർ ഹീറ്റർ വഴി നമ്മൾ ഇതിലൂടെ കയറി ഇറങ്ങിയിട്ടാണ്, ഈ വാട്ടർ ഹീറ്റർ വഴി കയറി ഇറങ്ങിയിട്ട് നേരെ ഓൺ ചെയ്തില്ലെങ്കിലും കയറി ഇറങ്ങിയിട്ട് നേരെ ഈ പറയുന്ന നമ്മൾ കൊടുത്തിരിക്കുന്ന ടാപ്പ് എവിടെയാണോ കൊടുത്തിരിക്കുന്നത് ആ ടാപ്പിലേക്ക് നമുക്ക് എപ്പോഴും സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്നുള്ള വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ നമ്മൾ ചൂടുവെള്ളം എവിടെയാണോ ഉപയോഗിക്കാൻ ആവശ്യമുള്ള അവിടെയെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാവിലെ നമുക്ക് നോക്കുക, സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്നുള്ള ചൂടുവെള്ളം വാട്ടർ ഹീറ്റർ വഴി നമ്മുടെ ബാത്റൂമിൽ ഇരിക്കുന്ന വാട്ടർ ഹീറ്റർ വഴി കയറി ഇറങ്ങിയിട്ട് നമുക്ക് എപ്പോഴും ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പകൽ സമയങ്ങളിൽ നമുക്ക് ഓക്കെ, നമ്മൾ വൈകിട്ട് ഈ പറയുന്ന രീതിയിൽ വൈകിട്ടോ അതല്ലെങ്കിൽ നമുക്ക് രാവിലെയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത്. കാരണം സോളാർ വാട്ടർ ഹീറ്ററിൽ ഏകദേശം ഒരു 10-12 മണിക്കൂർ ചൂട് നിൽക്കും. അപ്പോൾ ആ ചൂടുവെള്ളം നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് പകൽ വരുന്ന സമയത്ത്, വെളുപ്പിനൊക്കെ വരുന്ന സമയത്ത് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, ഒരുത്തരം പ്രായമായ ആളുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ചൂടുവെള്ളം വളരെ അത്യാവശ്യമായിരിക്കും. ഈ സമയത്ത് നമ്മൾ ചില സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഔട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വെളുപ്പിന് 7 മണിക്കോ അതുപോലെ 5 മണിക്കോ രാവിലെയൊക്കെ ഉള്ള സമയത്ത് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചൂടുവെള്ളം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. ഈ സമയത്താണ് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ വാട്ടർ ഹീറ്റർ കൊടുക്കാനായിട്ട് ഉദ്ദേശം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ വാട്ടർ ഹീറ്റർ സോളാർ വാട്ടർ ഹീറ്റർ വഴിയായിട്ട് കയറി ഇറങ്ങിയിട്ടാണ് പോകുന്നതെന്ന്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, വെളുപ്പിന് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ബാത്റൂമിൽ കൊടുത്തിരിക്കുന്ന സോളാർ വാട്ടർ ഹീറ്റർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കാര്യങ്ങൾ, പവർ പ്ലഗും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനുള്ള സ്വിച്ചും കാര്യങ്ങളും ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് വെളുപ്പിന് മാത്രം നമ്മൾ വാട്ടർ ഹീറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ കിടക്കുന്ന വെള്ളം ചൂടായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൂടായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് വെള്ളം ലഭിക്കും. അപ്പോൾ നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ വീടിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെളുപ്പിന് നമുക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ നമ്മൾ ഈ പറയുന്ന സാധാരണ നമ്മുടെ ഹീറ്റർ ബാത്റൂമിൻ്റെ അകത്തുള്ള ഹീറ്റർ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെയാണ് വെള്ളം കയറി ഇറങ്ങി പോകുന്നതുകൊണ്ട് ആ വെള്ളം ചൂടാവുകയും നമുക്ക് വെളുപ്പിനൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. സെപ്പറേറ്റ് പോയിട്ട് നിങ്ങൾ വാൽവ് അടയ്ക്കുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ വെളുപ്പിന് പോയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് സാധാരണക്കാരനായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ്. വളരെ
വളരെ സിമ്പിളായിട്ടുള്ള മാർഗ്ഗം എന്ന് ഉദ്ദേശിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന സോളാർ വാട്ടർ ഹീറ്ററിലെ പൈപ്പ് ലൈൻ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് കൊടുക്കുന്ന സാധാ ഹീറ്ററിൻ്റെ ഉള്ളിലൂടെ കയറി ഇറങ്ങി പോരുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് എപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ചൂടുവെള്ളം കിട്ടാത്തൊരവസ്ഥ, നമ്മൾ മുകളിലുള്ള സോളാറിൽ നിന്നുള്ള വെള്ളം കിട്ടാത്ത അവസ്ഥ വരുന്ന സമയത്ത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തെ ഹീറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ചൂടുവെള്ളം ലഭിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സോളാറിൽ വെള്ളം ചൂടാവുന്ന സമയത്ത് നമ്മൾ ഹീറ്റർ ഓഫ് ചെയ്യുക. അതായത് നമ്മൾ ചൂട് ഉള്ള സമയത്ത്, വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് ബാത്റൂമിൻ്റെ അകത്തെ വാട്ടർ ഹീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. മുകളിലുള്ള വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എപ്പോഴും ചൂടുവെള്ളം ലഭിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഇവിടുന്ന് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ വരുന്ന സോളാർ വാട്ടർ ഹീറ്റർ കുറച്ച് ടെക്നോളജി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ചൂട് നിൽക്കുന്ന പ്രൊഡക്ട്സുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് അത്രയും വില കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ചെയ്താലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് ബാത്റൂമിൽ ഫുൾ ടൈം എപ്പോൾ വേണമെങ്കിലും ഈ പറഞ്ഞ രീതിയിലും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. ഇനി അതിന് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് മുടക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തിരിക്കുന്ന സാധാ ഹീറ്റർ എന്ന് പറയുന്നത് ഒരു 2 ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ ഒരു 3 ലിറ്ററിൻ്റെയോ മാക്സിമം മതിയാവും. കാരണം വെച്ചാൽ ഒരു വ്യക്തിക്ക് കുളിക്കാനായിട്ട് അധികം വെള്ളം ആവശ്യമില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ലിറ്ററിന് താഴെ വരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളത് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് ചൂടുവെള്ളം നമ്മൾ ഉപയോഗിക്കില്ല, ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മിനിമം 2 പേർക്കോ 3 പേർക്കോ 2 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് 2 ലിറ്ററിൻ്റെയൊക്കെ വാട്ടർ ഹീറ്റർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് വലിപ്പമുള്ളത് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും വെള്ളം ചൂടാക്കാനായിട്ട് അത്രയും കറണ്ട് നമുക്ക് ലാപ്സായി പോകാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കും. അപ്പോൾ ചെറിയ വാട്ടർ ഹീറ്ററൊക്കെ ഒന്ന് വാങ്ങിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കറണ്ട് കാശും കാര്യങ്ങളും വരുന്നില്ല. ഒരു 2000 വാട്ടിന് താഴെ വരുന്ന വളരെ ചെറിയ വാട്ടർ ഹീറ്ററുകളൊക്കെ സിമ്പിളായിട്ട് കിട്ടും. 2 ലിറ്ററിൻ്റെ 3 ലിറ്ററിൻ്റെ. ഒരുപാട് വലുപ്പത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കറണ്ട് കാശ് കൂടുക, എമൗണ്ട് കൂടുക. അത്രയും വെള്ളം നമ്മൾ ചൂടാക്കി ഏകദേശം 10 ലിറ്ററിൻ്റെയൊക്കെ നിങ്ങൾ വെച്ചു എന്ന് വിചാരിക്കുക. 10 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്റർ നിങ്ങൾ ചൂടാക്കാൻ വേണ്ടിയുള്ള കറണ്ട്, അത്രയും വെള്ളം ചൂടാക്കി അതിൽ നമ്മൾ ആകെ ഉപയോഗിക്കുന്ന 1 ലിറ്ററിന് താഴെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ബാക്കി 9 ലിറ്ററും വേസ്റ്റാണ്. ആ 9 ലിറ്ററും ചൂടാക്കിയ കറണ്ട് വേസ്റ്റാണ്. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ വാട്ടർ ഹീറ്റർ വയ്ക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക. അതിനുശേഷം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കറണ്ട് കാശ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ സൂര്യപ്രകാശം ഇല്ലെങ്കിലും നമുക്ക് ചൂടുവെള്ളം നമുക്ക് എങ്ങനെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ചെറിയ വാട്ടർ ഹീറ്റർ വെച്ച് ഉപയോഗിക്കാമെന്നും ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇതിനെക്കുറിച്ചിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലംബിങ് ചെയ്യുന്ന വെട്ടിയിട്ടേണ രീതിയാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പൈപ്പ് ലൈൻ ചെയ്തേക്കുന്ന രീതി കാണിച്ചിട്ടില്ല. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പൈപ്പ് ലൈൻ ചെയ്തുള്ള വീഡിയോ വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. ഇത് ഒരുപാട് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് എത്തിച്ചേരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.